ഹായ് ഓൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് പോളിറ്റിയുടെ പ്രാധാന്യം എന്ത്? പോളിറ്റി എങ്ങനെ പഠിക്കണം നമുക്കൊന്ന് വിലയിരുത്താം. കഴിഞ്ഞ എക്സാമിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പോളിറ്റി ഫോർ പ്രിലിംസിൽ നിന്ന് ഓൾമോസ്റ്റ് 22 മാർക്കുകൾക്കാണ് PSC ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് ആ GS പേപ്പർ 100 ചോദ്യങ്ങളിൽ ഓൾമോസ്റ്റ് മോർ ദാൻ 1/5 22ഓളം ചോദ്യങ്ങൾ പോളിറ്റി തന്നെയാണ് KS ചോദിച്ചിരിക്കുന്നത്. അതിന് പുറമെ മെയിൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50 മാർക്കിന് ചോദ്യങ്ങൾ. അതിൻ്റെ അർത്ഥം 7 5 മാർക്ക് ചോദ്യങ്ങളും 5 3 മാർക്ക് ചോദ്യങ്ങളുമാണ് PSC കഴിഞ്ഞ KS എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഷോസ് ദറ്റ് റെലവൻസ് ഓഫ് ഇന്ത്യൻ പോളിറ്റി ഫ്രം KAS പെർസ്പെക്റ്റീവ്. ആൻഡ് ഇവിടെ നമുക്ക് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ടല്ലേ. എന്താണ് ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രിലിംസിന് പൊതുവേ ചോദിക്കുന്നത് ഫാക്റ്റുകളും കൺസെപ്റ്റുകളുമായിരിക്കും. ഇതെങ്ങനെയാണ്, അത് ആർക്കാണ്, ആ അധികാരം ആർക്കാണ്, ഇതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും, അവരെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, ഒരു മൗലികാവകാശം എന്താണ്, ഇങ്ങനെ ഫാക്റ്റുകളും കൺസെപ്റ്റുകളുമായിരിക്കും പൊതുവെ PSC എന്ത് ചെയ്യുന്നത്, പ്രിലിംസിന് ചോദിക്കുന്നത്. ബട്ട് മെയിൻസിലേക്ക് പോകുമ്പോൾ ഫാക്ട്സിനും കൺസെപ്റ്റുകൾക്കും പുറമെ എന്തും കൂടി ചെയ്യുന്നുണ്ട്, ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്കും KS എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹൗ? ഐ വിൽ ഷോ ആൻ എക്സാമ്പിൾ. ഇത് കഴിഞ്ഞ KSൻ്റെ ചോദ്യങ്ങളാണ്. പ്രിലിംസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദിസ് വാസ് ദി ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് വിച്ച് ഷെഡ്യൂൾ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നീഡ്സ് ടു ബി അമെൻഡഡ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂൾ അമെൻഡ് ചെയ്യണം എന്നാണ് ചോദ്യം. നമുക്ക് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് 12 ഷെഡ്യൂൾസ് ഉണ്ടല്ലേ. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റിൻ്റെ പേരും ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്, ഈസിലി ചോദ്യം മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാവുന്നതാണ് ഈസിലി. മെയിൻസിന് KAS ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്? ഒരിക്കലുമല്ല. ദി ക്വസ്റ്റ്യൻ, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ ഈസ് സ്യൂട്ടബിൾ ഓർ നോട്ട്, ഗിവ് ക്രിട്ടിക്കൽ കമൻറ്റ്. ചോദ്യം എന്താണ്, ഇന്ത്യയിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് സ്യൂട്ടബിൾ ആണോ അല്ലയോ. അപ്പോൾ എന്തറിയണം, നിലവിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനം ഏതാണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് നിലവിലെ ഭരണ സംവിധാനം? വി ആർ ഹാവിങ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. എന്താണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്? എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. അതുപ്രകാരം ഇന്ത്യ എങ്ങനെ നിലവിൽ ഫോളോ ചെയ്യുന്നു, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്. അതുപോലെ തന്നെ എക്സാമ്പിൾ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവർ ഫോളോ ചെയ്യുന്ന മാതൃകയാണ് ഏത്, ദിസ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് വേർ എക്സിക്യൂട്ടീവ്സ് ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. രണ്ട് ഭരണ സംവിധാനങ്ങളും ഓൾമോസ്റ്റ് എന്താണ്, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗവേണൻസ് മെക്കാനിസമാണ് ആ ജനതയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ചോദ്യം എന്താണ്, അമേരിക്കയിൽ നടപ്പിലാക്കപ്പെടുന്ന ആ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് ഇന്ത്യയിൽ പ്രായോഗികമാണോ അല്ലയോ, ക്രിട്ടിക്കലി കമന്റ് എന്നാണ് ചോദ്യം. തിങ് ഈസ് ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് അറിയേണ്ടതാണ്, നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചും ഡീമെറിറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഹിയർ വി മസ്റ്റ് ഹാവ് ആൻ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. ഐ വിൽ ഷോ വൺ മോർ എക്സാമ്പിൾ. മറ്റൊരു ചോദ്യമാണ്, അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദി റെസ്യൂറി പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ. അതിൻ്റെ അർത്ഥം എന്താണ്, റെസ്യൂറി പവേഴ്സ് വിച്ച് മീൻസ് നമ്മുടെ 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും മെൻഷൻ ചെയ്യപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആർക്കാണ് അധികാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി നോ ദാറ്റ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആ റെസ്യൂറി പവേഴ്സ് ആർക്ക് അവകാശപ്പെട്ടതാണ്, കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ്. ഡയറക്റ്റ് ചോദ്യമാണ്, ഇറ്റ്സ് എ ഫാക്ട്. ബട്ട് ദി മെയിൻസ് ക്വസ്റ്റ്യൻ, critically analyze the position of the governor as provided under the Constitution of India. Also enumerate the Sarkaria Commission recommendations on the appointment of governor. നമുക്കറിയാം എന്ത്, നമ്മുടെ ഗവർണർ എന്ന് പറയുന്ന ഓഫീസ് പലപ്പോഴും എന്താകാറുണ്ട്, കോൺട്രവേഴ്സി ആകാറുണ്ട്. വൈ? ഒന്ന്, ഗവർണറിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്, രാഷ്ട്രപതി, കേന്ദ്രം. പക്ഷേ ഗവർണർ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡായിട്ട് ആര് വർക്ക് ചെയ്യുന്നു, ഗവർണർ വർക്ക് ചെയ്യുന്നു. ഒരു സംസ്ഥാന ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ഒരു ബില്ല് ആക്ട് ആകണമെങ്കിൽ ആര് സൈൻ ചെയ്യണം, ഒന്നെങ്കിൽ ഗവർണർ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഗവർണർ അയച്ചു കൊടുക്കുന്നത് വഴി രാഷ്ട്രപതി സൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് പാസ്സാക്കിയ ബില്ല് ഒരു ഗവർണർ സൈൻ ചെയ്തില്ല എങ്കിലോ ആക്ട് ആക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഈ ഗവർണറെ തിരഞ്ഞെടുക്കാനോ അപ്പോയിൻ്റ് ചെയ്യാനോ ഈ സ്റ്റേറ്റിന് സാധ്യമാണോ? അല്ല. അപ്പോൾ ഈ ഗവർണറിൻ്റെ ഓഫീസ് എന്താണ്, കേന്ദ്രം സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടി ഉപയോഗിക്കുന്നൊരു സ്ഥാപനം കൂടിയാണ് ഏത്, ദിസ് ഓഫീസ് ഓഫ് ഗവർണർ. ആയതിനാൽ കോൺസ്റ്റിറ്റ്യൂഷണലി ഗവർണർ എന്ന പൊസിഷനെ കുറിച്ച് ഒരുപാട് എന്തുണ്ട്, വിമർശനങ്ങളും കോൺട്രോവേഴ്സീസും ഫേസ് ചെയ്യപ്പെടുന്നത്.
പലപ്പോഴും കേന്ദ്രം പറയുന്ന പോലെ ആര് കേൾക്കുന്നു? ഗവർണർ കേൾക്കുന്നു. അതാണ് വൺ ഓഫ് ദി മെയിൻ ഇഷ്യൂ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഗവർണർക്ക് എന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒരു സുപ്രീം കോടതി ജഡ്ജിനുള്ളതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ഓഫീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് വൺ ഓഫ് ദി റീസൺ ദി ഓൾവേസ് ഫോളോ ദി അഡ്വൈസ് ഓഫ് ദി സെൻറ്റർ ഓർ ദി പ്രസിഡൻറ്റ്. ഇങ്ങനത്തെ പല പല ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സർക്കാരിയ കമ്മീഷൻ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടൊരു കമ്മീഷനാണ് ഇത് സർക്കാരിയ കമ്മീഷൻ. സോ ആ ഒരു കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനവും ബന്ധപ്പെട്ട പല മേഖലയെക്കുറിച്ച് പഠിക്കുകയും പല രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുകയുണ്ടായി. സോ ഗവർണറുമായി ബന്ധപ്പെട്ട മേഖലയിൽ സർക്കാരിയ കമ്മീഷൻ എന്താണ് റെക്കമെൻഡ് ചെയ്തത്, ആ റെക്കമെൻഡേഷൻ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നടപ്പിലാക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സാധ്യമാണോ അല്ലയോ? ഇങ്ങനെ ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതാണ്. ദാറ്റ്സ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. സി, I'll show one more question. Which of the following statements about the private bill in Indian Parliament is not correct? നമ്മൾ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ബില്ലുകളുണ്ട് പാർലമെൻറ്റിൽ. ആര് അവതരിപ്പിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ഒരു ബില്ല് നമുക്ക് പബ്ലിക് ബില്ലെന്നും പ്രൈവറ്റ് ബില്ലെന്നും പറയാൻ സാധ്യമാണ്. പബ്ലിക് ബിൽ മീൻസ് ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ല്. പ്രൈവറ്റ് ബിൽ മീൻസ് മന്ത്രി അല്ലാത്ത മറ്റൊരു പാർലമെൻറ്റ് അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പ്രൈവറ്റ് മെമ്പർ ബിൽ. അദ്ദേഹം റൂളിംഗ് പാർട്ടിയിലെ ആകാം, പ്രതിപക്ഷ പാർട്ടിയിലെ ആകാം. അദ്ദേഹം മന്ത്രി അല്ല എങ്കിൽ അത്തരം ബിൽ ഈസ് വാട്ട് മീൻ ബൈ പ്രൈവറ്റ് മെമ്പർ ബിൽ. സോ ഡിഫറൻസ് ഈസ് ദാറ്റ് ഈ പബ്ലിക് ബില്ലുകൾക്കും പ്രൈവറ്റ് ബില്ലുകൾക്കും അവതരിപ്പിക്കേണ്ട മെക്കാനിസം എന്തൊക്കെയാണ്? കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്, രീതികളിലും ആ സംവിധാനം കുറച്ച് മാറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് ശരിയാണ് ഓർ ശരിയല്ല എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഒരു ബില്ലിൻ്റെ കണ്ടൻറ്റിനെ ഉൾക്കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബില്ലിനെ ഓർഡിനറി ബില്ലെന്നും മണി ബില്ലെന്നും ഫിനാൻഷ്യൽ ബില്ലെന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലെന്നും വിളിക്കാവുന്നതാണ്. ഈ 4 ടൈപ്പ് ഓഫ് ബില്ലുകളും അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട രീതി വേറെ വേറെയാണ്. ഇതൊക്കെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ആ ബില്ലെന്താണെന്നും അതുമായി ബന്ധപ്പെട്ട സേഫ് ഗാർഡ്സ് എന്താണെന്നും പ്രൊവിഷൻ ആണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? ഇത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ സാധ്യമാണ്. See the main question, but discuss in brief the legislative relation between center and the state. Under what circumstances the parliament can legislate on the matters enumerated in the state list. ഇത് കുറച്ചും കൂടി ഫാക്റ്റ് തന്നെയാണ്. ബട്ട് തിങ് ഈസ് ദാറ്റ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് ബന്ധം എന്താണെന്നാണ് ചോദ്യം. വിച്ച് നത്തിങ് ബട്ട് അവർ 7th ഷെഡ്യൂൾ. 7th ഷെഡ്യൂളാണ് വ്യക്തമായിട്ടും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ലെജിസ്ലേറ്റീവ് സ്പിയർ. എങ്ങനെ? യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റിൽ ലോ മേയിക്കാമെന്നും സ്റ്റേറ്റ് ലിസ്റ്റിലെ മാറ്റേഴ്സിൽ പൊതുവേ സ്റ്റേറ്റിന് ലോ മേയിക്കാമെന്നും കൺകറൻറ്റ് ലിസ്റ്റിലെ മാറ്ററിനകത്ത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ലോ മേയിക്കാമെന്നും വ്യക്തമായിട്ട് പറയുന്നു. എന്നിരുന്നാൽ പോലും ഒരു 5 പ്രത്യേക സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താവുന്നതാണ്. സോ എന്താണ് ആ 5 പ്രത്യേക സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 249, ആർട്ടിക്കിൾ 250, ആർട്ടിക്കിൾ 252, ആർട്ടിക്കിൾ 253, ആർട്ടിക്കിൾ 356. ഈ 5 പ്രത്യേക ഭരണഘടനാ സാഹചര്യങ്ങൾ വരുമ്പോൾ പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം സാധ്യമാണ്. സോ തിങ് ഈസ് ദാറ്റ് ഇത്തരം മേഖലയിൽ നിന്ന് കേസ് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഫാക്റ്റുകളായിക്കോട്ടെ കൺസെപ്റ്റുകളായിക്കോട്ടെ മെയിൻസ് നോക്കുകയാണെങ്കിൽ അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലായിക്കോട്ടെ UPSC നിന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് പഠിച്ച് KS ഓഫീസറാകാം. കം ആൻഡ് ജോയിൻ us. Lead IAS, crafted by the toppers.